എൻ്റെ ഉമ്മ എനിക്ക് വേണ്ടി എന്റെ ശബ്ദം സത്യം പറഞ്ഞ എന്റെ ഉമ്മയായിരുന്നു. ഞാൻ കമോട്ട് ചെയ്യുന്നതിന് മുമ്പേ എനിക്ക് വേണ്ടി ഒത്തിരി പേരുടെ മുമ്പിൽ ആ പാവം തല താഴ്ത്തിയിട്ടുണ്ട്. ഒത്തിരി പേരുടെ കുറ്റപ്പെടുത്തൽ എന്റെ ഉമ്മ കാരണമാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത്. എന്റെ ഉമ്മാന്റെ ലാളന്യം വാത്സല്യവും കാരണം ഞാൻ ഇങ്ങനെ ആയിപ്പോയത്. ഒത്തിരി തവണ ഉമ്മക്ക് കേൾക്കേണ്ടി വന്നു, പഴി കേൾക്കേണ്ടി വന്നു. ഉമ്മയാണ് കേട്ടത്. സത്യം പറഞ്ഞാൽ ഞാൻ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ എന്റെ കുറ്റം കേട്ടിരിക്കുന്നത് എന്റെ ഉമ്മയാണ്. ഫോർ എക്സാമ്പിൾ, എന്നെ കാണുമ്പോഴുള്ള ആൾക്കാരേ ഉള്ളൂ. ഉമ്മക്ക് കല്യാണത്തിനൊക്കെ പോയി എന്താവും ഇങ്ങനെ ആയിപ്പോയേ ഉമ്മനോട് ചോദിക്കും. നമ്മുടെ കുടുംബത്തിൽ വേറെ ആരും ഇല്ലല്ലോ ഇങ്ങനെ, എന്താ ഇങ്ങനെ എപ്പോഴും അടുത്ത് പലരും ചോദിക്കാറുണ്ട്. പക്ഷെ ഇന്ന് വരെ എന്റെ ഉമ്മ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടില്ല നീ എന്തെങ്ങനെ ആയിപ്പോയത്, ഒരിക്കൽ പോലും ചോദിച്ചിട്ടില്ല. എൻ്റെ ഉമ്മ പറഞ്ഞത് ഞാൻ 5 കുഞ്ഞുങ്ങളെ പ്രസവിച്ചു, അതിലൊന്നിനെ ഞാൻ കുഴിക്ക് കൊടുത്തു. അതായത് ഒരാൾ മരിച്ചു പോയതാ. ബാക്കി എനിക്ക് 4 മക്കളുണ്ട് ഹയാത്തില്. ആ 4 മക്കളും ഇനി എന്ത് കുഴപ്പമുള്ളവരാണെങ്കിൽ